ശില്പ ഈ ബിബിൻ ജോർജ് എന്ന് പറയുന്ന നടനെ ഇപ്പോൾ ഈയിടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു ഈ ഒരു 2 ദിവസം കൊണ്ട്. അദ്ദേഹത്തെ ഒരു കോളേജിലേക്ക് അവിടുത്തെ മാഗസിൻ പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുകയും പിന്നീട് അവിടുന്ന് തന്നെ ആ സെയിം കോളേജിലെ പ്രിൻസിപ്പളിന്റെ അടുത്ത് നിന്ന് ഇൻസൾട്ടഡ് ആയിട്ട് ഇറങ്ങി പോരേണ്ടി വരികയും ചെയ്തൊരു സംഭവം നടന്നിരുന്നു. ശ്രദ്ധിച്ചിരുന്നു ഞാൻ വളരെ എന്താ പറയാ, ഭയങ്കര ഒരു മോശപ്പെട്ട ഒരു പെരുമാറ്റം. ഇതൊരു ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിഥി ദൈവമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ അതെ, വിളിച്ചു വരുത്തുന്ന അതിഥിയെ ഇത്രയും നാണം കെടുത്തി പറഞ്ഞയക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യകാരണങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ സംഭവം എങ്ങനെയാണ്? നമ്മള് ബിബിൻ ജോർജിന്റെ ബൈറ്റ് അതിനുശേഷം വന്നിട്ടാണ്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് ഈ മാഗസിൻ പ്രകാശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഈ കോളേജിലെ യൂണിയന്റെ ആൾക്കാരാരുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇതിന് വരാൻ സമ്മതിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഗുമസ്തൻ ഇപ്പൊ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, അത്യാവശ്യം നല്ല റെസ്പോൺസിബിലിറ്റി പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷനും കൂടി ആഡ് ചെയ്തിട്ട് ഇവരതിൽ വർക്ക് ചെയ്യുന്ന വേറെ 2-3 പേരും കൂടി അതിന്റെ അണിയറയിലുള്ള ആൾക്കാരൊക്കെ ചേർന്ന് ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ തന്നെ വരാമെന്ന് പറഞ്ഞപ്പോൾ അത് ആ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹവും അണിയറ പ്രവർത്തകരും, ഈ ഗുമസ്തൻ സിനിമയുടെ അണിയറ പ്രവർത്തകരും കൂടിയിട്ടാണ് ആ ചടങ്ങിന് പോകുന്നത്. അവിടെ ചെന്ന് ഈ പ്രകാശനത്തിന്റെ സ്പീച്ചിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഇദ്ദേഹം വന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് സിനിമയെ കുറിച്ച് എന്തോ പറയാൻ വന്നപ്പോ അവിടുത്തെ പ്രിൻസിപ്പൾ കയറി അതിൽ ഇടപെട്ടിട്ട് ഇതിനെ കുറിച്ച് ഇവിടെ പറയാൻ പറ്റില്ല, മാഗസിൻ പ്രകാശനം മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ എന്ന രീതിയിൽ സംസാരിച്ചു എന്നും. അപ്പൊ അദ്ദേഹം ഇത് പ്രകാശനത്തെ കുറിച്ച് മാത്രം സംസാരിച്ച് ഇത്രയും മോശപ്പെട്ട അനുഭവം വേറൊരു കോളേജിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞ് അദ്ദേഹവും ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഇറങ്ങി പോവുകയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് ശരിക്കും അങ്ങനെ ഒരു നമ്മളൊരു അതിഥിയായിട്ട് നമ്മുടെ കോളേജിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ എന്ത് തന്നെയായാലും അയാൾ സിനിമയെ കുറിച്ച് സംസാരിച്ച സമയത്താണ് ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞ അയാളെ ഇറക്കി വിടാൻ ഇടയായത്. ഇതേ ആളെ അവിടെ വിളിക്കാൻ സാഹചര്യം വന്നത് ഈ സിനിമ തന്നെയായിട്ട്. സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് അയാൾക്ക് ആ ഒരു ഫെയിം കിട്ടിയതും ആ ഫെയിം കാരണമാണ് അവിടെ അതിഥിയായി വിളിച്ചത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ സിനിമയെ കുറിച്ച് സംസാരിക്കരുത്, അല്ലെങ്കിൽ ബേസിക്കലി അയാൾ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും അവരതിന്റെ പേരിൽ ആ ഒരു കോളേജ് അന്തരീക്ഷം സ്റ്റുഡൻസിന് മാതൃകയാകേണ്ടവരില്ല അധ്യാപകർ. അവര് തന്നെ ഇങ്ങനെ മറ്റേ ചെറിയൊരു കാലത്തിന് പിണങ്ങി പോകുന്ന പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ എന്ത് മോശം അത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും സിനിമയിൽ നമ്മൾ സജീവമായി കാണുന്നവരാണ്. അവരോട് ആരോടും അവിടെ സംസാരിക്കാൻ പോലും പറ്റില്ല എന്ന് അവരെ പിടിച്ച് സ്റ്റേജിൽ കയറ്റി എടുത്തുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ മിണ്ടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞോളം വലിയ അപമാനം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭീകരമാണ്. ഇതേപോലെ തന്നെയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ്, ഞാൻ ഇപ്പോഴും കൃത്യമായി ഓർക്കുന്നു, അമല പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരെ ഒരു കോളേജിലേക്ക്, ഒരു ക്രിസ്ത്യൻ കോളേജ് ഐ തിങ്ക്, അവിടേക്ക് ഇതേപോലൊരു എന്തോ ആർട്സ് ഡേന്റെയോ യൂണിയൻ ഡേയുടെയോ എന്തോ ഒരു സെലിബ്രേഷന് അവർ വിളിച്ചു, ഇനോഗ്രേഷൻ എന്തോ. അപ്പൊ അവർക്ക് കംഫർട്ടബിൾ ആയ അല്ലെങ്കിൽ അവരെ അതിട്ട് കൊള്ളാം എന്ന് അവർക്ക് തന്നെ തോന്നിയ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ വന്നത്. അതിന്റെ പേരിൽ അവര് കേൾക്കാത്ത പഴികളില്ല, കേൾക്കാത്ത വിമർശനങ്ങളില്ല, ഒന്നുമില്ല. അപ്പം അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് തീർച്ചയായിട്ടും ആ കോളേജുകാരെ അന്ന് പറഞ്ഞിരുന്നത് ഒരു കോളേജിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ് കോഡ് വേണം. ഇവര് വിളിക്കുന്നത് മറ്റേ പള്ളിയിലെ ആരെയോ അങ്ങനെ ആരെയും അല്ല, അവര് വിളിക്കുന്നത് ഒരു ആക്ട്രസിനെയാണ്. സോ അവര് ഒബ്വിയസ്ലി അതും അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഒരു ആക്ട്രസ് അമലാപോളിനെ കുറിച്ച് നമുക്ക് അറിയാം. അതെ, പിന്നെ ഇവര് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇവര് പ്രോപ്പർലി മെൻഷൻ ചെയ്യണം ഭയങ്കര മോഡസ്റ്റ് ആയിട്ടുള്ള, അതായത് അവരുടെ കൺസെപ്റ്റ് ഓഫ് മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വരണം എന്ന് പറയാമായിരുന്നു. അത് പറയാതെ ഒരാളെ വെറുതെ അതിന്റെ പേരിൽ എത്രത്തോളം സൈബർ ആക്രമണം. പോരാത്തതിന് അവിടെ ഞാൻ ഇന്ന് ആഘോഷത്തിന് ഇന്ന ഡ്രസ്സേ ഇടാവൂ എന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുക. എന്നിരുന്നാൽ പോലും അവിടെ നടക്കുന്നത് ഒരു എന്താ പറയാ, ഒരു പൂജയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല, ഒരു യൂണിയൻ ഒരു സെലിബ്രേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവർക്ക് അവരിട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് അതിനൊട്ടും മിസ്മാച്ച് ആണ്, അല്ലെങ്കിൽ ആളുകൾ അതിലൂടെ വഴിതെറ്റിക്കുന്നു. സ്റ്റുഡൻസിനോടൊക്കെ നമുക്ക് പറയാം ഒരു ഡെക്കറം വേണം അല്ലെങ്കിൽ ഇത് വേണം. ഇതിപ്പോ ഒരു ഗസ്റ്റ് വരുമ്പോ അത് അവരുടെ താല്പര്യമല്ലേ, ഗസ്റ്റ് വരുന്നത് അവരുടെ താല്പര്യമാണ്. അവിടുത്തെ ആ ഒരു അന്തരീക്ഷം അതാണ്, ഫെസ്റ്റീവ് മൂഡാണ് അവിടെ. അപ്പൊ അവരൊരു ലോഹ പോലത്തെ ഇട്ട് വരണമെന്നോ അല്ലെങ്കിൽ സാരി മാത്രം എടുത്ത് വരണമെന്നോ അങ്ങനെ പറ്റില്ല. ചുരുക്കി പറയുന്നത് എനിക്ക് തോന്നുന്നു പിള്ളേരെക്കാൾ ബുദ്ധിമുട്ടാണ് ഈ അധ്യാപകരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. ഈ ബിബിൻ ജോർജിന്റെ വീഡിയോയ്ക്കകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നായിരുന്നു, ആ പ്രിൻസിപ്പള് ഇദ്ദേഹത്തെ നാണം കെടുത്തി അല്ലെങ്കിൽ അപമാനിച്ച് ആ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ആ കോളേജിലെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ പുറകെ വന്ന് അദ്ദേഹത്തിന്റെ വണ്ടിക്കരികിൽ നിന്നിട്ട് സോറി പറയുന്നതും എന്താ പറയാ വിഷമത്തോടെ ക്ഷമാപണം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ ഈ അധ്യാപകർ ഇനി കുട്ടികളെ കണ്ടു പഠിക്കണമെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണെന്ന് പറയാം. അതെ.